അങ്കമാലിക്കാരുടെ സ്വന്തം അങ്കമാലി മാങ്ങാക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? വായു. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, നെടുകെ കീറി വെച്ചിരിക്കുന്ന 4 പച്ചമുളക്, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില. അങ്കമാലി മാങ്ങാക്കറിയിലെ മെയിൻ താരം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, നാളികേരപ്പാല്, രണ്ടാം പാല്, നാളികേരത്തിന്റെ 1-ാം പാല്, പൊടികൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മൺചട്ടിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ, ആവശ്യത്തിന് വിനാഗിരിയും ഒഴിച്ച് നല്ല രീതിയിൽ തിരുമ്മി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ തിരുമ്മി കൊടുക്കണം കേട്ടോ. എത്ര സമയം തിരുമ്മി കൊടുക്കുന്നോ അത്രയ്ക്കും സ്വാദായിരിക്കും. ഈ ഒരു മിക്സിങ്ങിലാണ് അങ്കമാലി മാങ്ങാക്കറിയുടെ ശരിക്കുള്ള സ്വാദ് ഒളിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നാളികേരപ്പാലിന്റെ 2-ാം പാലാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് തിരുമൽ വീണ്ടും തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുമൽ എത്ര നേരം തുടരുന്നോ അത്രയ്ക്കും സ്വാദായിരിക്കും. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാങ്ങ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി മാങ്ങ ഉടയാതെ നമുക്ക് തിരുമ്മി കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് നമ്മുടെ മൺചട്ടി ഗ്യാസിലേക്ക് വെക്കാം. തിളച്ച് ഈ ഒരു പരുവമായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാല് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മറ്റൊരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി സെറ്റായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ഇട്ട് ഒന്ന് താളിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നേരെ എടുത്ത് നമ്മുടെ കറിയിലേക്ക് തട്ടിക്കും. ഇത്രയുള്ള സംഭവം നമ്മളെ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി റെഡി. ഇത് ചോറിന്റെ കൂടെ ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നതിനെ. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ രാഹുൽ മോഹൻ.